ഈശ്വര, എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാ ഞാൻ എന്റെ സച്ചിനോട് പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ. ഇതല്ലാതെ എന്റെ മുമ്പിൽ ഇപ്പൊ വേറെ മാർഗങ്ങളൊന്നുമില്ല. ആദ്യം കാണുന്നതിന് മുമ്പ് സച്ചേട്ടൻ ഇവിടുന്ന് പോയേ പറ്റൂ. മരിക്കേണ്ട നീയല്ല, ഞാനാ. നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന പ്രതീക്ഷ ഇപ്പൊ അവസാനിക്കാണ് അർച്ചന. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ ഞാനില്ല. ഇപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല. മരിക്കേണ്ട നീയല്ല, ഞാനാ. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ആരെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. അതിന് ബാക്കിയുള്ളവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാണോ വേണ്ടത്? ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ സംഭവിക്കുന്നത് എന്റെ മരണമായിരിക്കും. ഇത്രയും നാള് എന്റെ അർച്ചനെ എങ്ങനെയും കണ്ടുപിടിക്കാന്ന പ്രതീക്ഷയില ജീവിച്ചത്. പക്ഷെ കണ്ടുകിട്ടിയപ്പോ അവൾക്ക് എന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ കൺമുമ്പിൽ അവള് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന് പോലും അറിയില്ല ഞാൻ അവളുടെ അച്ഛനെന്ന്. എന്റെ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, വാത്സല്യത്തോടൊന്ന് കൊഞ്ചിക്കാൻ പോലും കഴിയാത്ത ഹതഭാഗ്യനായ അച്ഛനായി പോയല്ലോ ഞാൻ. ഇങ്ങനൊരു ജീവിതത്തേക്കാൾ ഭേദം മരണമാണ്. അവസാനിപ്പിക്കാം, ഇന്നത്തോടെ എല്ലാം തീർത്തേക്കാം. സച്ചി ഇത് എവിടെ പോയി കിടക്കുന്നു? ഏക്കൊന്ന് ഫോൺ എടുത്തൂടെ? വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെ. എടുക്കുന്നത് വരെ ഞാൻ വിളിക്കും. ആഹാ, എന്റെ ഫോൺ കട്ടിയാറായോ? എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹലോ. ഹലോ, എന്തിനാ എന്റെ ഫോൺ കട്ടിയത്? സച്ചി ഇപ്പൊ എവിടെയാ? ചോദിച്ചത് കേട്ടില്ലേ സച്ചി? സച്ചി എവിടെയാണെന്ന്? സച്ചി, ഞാൻ ഇറങ്ങാൻ പോവാം. നേരത്തെ എത്തുമോ അതോ? ഈശ്വര, അമ്മയാണല്ലോ. സച്ചി അന്വേഷിക്കാനായിരിക്കും വിളിക്കുന്നത്. ഹലോ അമ്മേ. ആ മോളെ, അമ്മയാ. മനസ്സിലായമ്മേ, എന്താ കാര്യം? സച്ചി ഇതുവരെ വന്നില്ല. അവനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല.
അവൻ എവിടെയാണെന്ന് മോക്കറിയാവോ? ഇന്ന് മോളെ അവൻ കാണാൻ വന്നിരുന്നോ? രാവിലെ ഞങ്ങൾ തമ്മിൽ കണ്ടായിരുന്നു, പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ദൂരെ ഇങ്ങോട്ട് ഓട്ടം പോവെന്ന് പറഞ്ഞായിരുന്നു. സച്ചി വരാത്തതുകൊണ്ട് ഞാനും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്കാകെ പേടി തോന്നുന്നു മോളെ. പണ്ടൊക്കെ അവനിത്തിരി വൈകിയാലും എനിക്ക് ഇത്രയ്ക്ക് ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതല്ല അവസ്ഥ. അവനിപ്പോ ഞങ്ങളോട് ആരോടും അധികം സംസാരിക്കുന്നില്ല. ആകെപ്പാടെ അവന്റെ പെരുമാറ്റത്തിൽ ഒരു മരവിപ്പ് നിറഞ്ഞ പോലെ അമ്മയ്ക്ക് തോന്നുന്നത്. ആരോടും പറയാൻ പറ്റാത്ത പോലെ അവന്റെ മനസ്സിൽ എന്തോ പ്രശ്നങ്ങളുള്ള പോലെ. അവന്റെ കാര്യമെന്ന് പറയാൻ ഇപ്പോ ഞങ്ങൾക്ക് മോളല്ലാതെ വേറെ ആരുമില്ല. മോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവന്റെ ജീവിതം എന്നേ തീർന്നു പോയത്. ആ മോളെ, അവനെ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. പറയാം അമ്മേ. ആ സച്ചിയെ കിട്ടിയാലോടൻ ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി മോളെ. പേടിക്കാനൊന്നുമില്ല, എവിടെയോ ദൂരെ ഓട്ടം പോയതായിരിക്കും. ഉം